നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. ഈ ചാപ്റ്ററിൻ്റെ പേരിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കറണ്ട്, മറ്റൊന്ന് ഇലക്ട്രിസിറ്റി. അതിൽ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് ചാർജുമായി ബന്ധപ്പെട്ട വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം. കറണ്ട് എന്നുള്ള വാക്ക് നമ്മളൊരു തെറ്റായ കോണ്ടെക്സ്റ്റിലാണ് സാധാരണ ഉപയോഗിക്കാറ്. അതെന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ വൈദ്യുതി ഇല്ലാതായാൽ നമ്മളാരും വൈദ്യുതി പോയി എന്നോ വിദ്യുത് ശക്തി വിതരണം തടസ്സപ്പെട്ടു എന്നൊന്നും പറയാറില്ല. കറണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കറണ്ട് പോയി എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യത്തിനെയാണോ റിപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുന്നത്. ശരിയാണ്, കറണ്ട് പോയി നമ്മൾ പറയുമ്പോൾ വിദ്യുത് ശക്തി വിതരണം നിലച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കറണ്ട് എന്നുള്ള വാക്കിന് വിദ്യുത് ശക്തി എന്നോ വൈദ്യുതി എന്നോ അർത്ഥമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഒഴുക്ക് എന്ന് മാത്രമാണ്. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ കറണ്ട് എന്നാണ് വിളിക്കുക, വായുവിൻ്റെ ഒഴുക്കിനെയും കറണ്ട് എന്നാണ് വിളിക്കുക. അപ്പോൾ കറണ്ട് എന്നുള്ള വാക്കിന് ഒഴുക്ക് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, വിദ്യുത് ശക്തി നിലച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ഇലക്ട്രിക് കറണ്ട് പോയി തന്നെ പറയേണ്ടി വരും. പക്ഷെ നമ്മൾ ആരെങ്കിലും അത് ഉപയോഗിക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വെറുതെ കറണ്ട് പോയി എന്നേ പറയും. അപ്പോൾ ഇനി അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി, കറണ്ട് പോയി എന്നല്ല യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത്, ഇലക്ട്രിക് കറണ്ട് ഇല്ലാതായി എന്നാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ കറണ്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒഴുക്ക് എന്നാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? ചാർജിന്റെ ഒഴുക്കിനെയാണ്, ചാർജിന്റെ ഒഴുക്ക് ഉള്ളപ്പോഴാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എങ്ങനെയാണ് ക്വാണ്ടിറ്റി ആക്കി മാറ്റുന്നത്, എങ്ങനെയാണ് ക്വാണ്ടൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ഫിസിക്സിൽ കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത് അവ ക്വാണ്ടിറ്റികളായി മാറ്റപ്പെടുമ്പോഴാണ്. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് ഒരു ക്വാണ്ടിറ്റി ആക്കി മാറ്റുന്നത്, അതിനെ എങ്ങനെയാണ് ക്വാണ്ടൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ വീട്ടിലൊക്കെയുള്ള വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറ് ഇൻസുലേഷൻ മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് കോപ്പറിൻ്റെ നേരിയ നാരുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു നാരാണ് ഇതെന്ന് വിചാരിക്കും. അതിൻ്റെ ഒരു ഭാഗം ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഭാഗം വലുതായി കാണാൻ പറ്റും. അങ്ങനെ വലുതായി കാണുന്ന ഭാഗത്തിന് ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഷേപ്പാണ് വലുതായി കാണുന്ന ഭാഗത്തിനുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ വരയ്ക്കുന്നത് അത്തരം ഒരു കണ്ടക്ടറിൻ്റെ എൻലാർജ്ഡ് ഇമേജ് ആണെന്ന് വിചാരിക്കാം, മാഗ്നിഫൈ ചെയ്യപ്പെട്ട ഇമേജ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് അറ്റങ്ങൾക്ക് സർക്കുലർ ഷേപ്പാണ് ഉണ്ടാവുക, സിലിണ്ടറിൻ്റെ അറ്റങ്ങൾക്ക് സർക്കുലർ ഷേപ്പാണ് ഉണ്ടാവുക. ഈ ഭാഗത്തും ഒരു സർക്കുലർ ഷേപ്പുള്ള ഭാഗമുണ്ട്, മറ്റേ എൻഡിലും ഒരു സർക്കുലർ ഷേപ്പുള്ള ഭാഗമുണ്ട്. ഈ സർക്കുലർ ഷേപ്പുള്ള ഭാഗങ്ങളെ നമ്മൾ ക്രോസ് സെക്ഷൻ എന്നാണ് വിളിക്കുക. ക്രോസ് സെക്ഷൻ, മലയാളത്തിൽ പരിച്ഛേദം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ രണ്ട് അറ്റങ്ങളിൽ മാത്രമാണ് ക്രോസ് സെക്ഷൻ വരച്ചതെന്ന് വിചാരിച്ചിട്ട് അറ്റങ്ങളിൽ മാത്രമേ ക്രോസ് സെക്ഷൻ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. എവിടെ വേണമെങ്കിലും, കണ്ടക്ടറിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോസ് സെക്ഷൻ വരയ്ക്കാൻ പറ്റും. വൈദ്യുതി കടത്തിവിടുന്ന തരം വസ്തുക്കളെയാണ്, നന്നായി വൈദ്യുതി കടത്തിവിടുന്ന തരം വസ്തുക്കളെയാണ് കണ്ടക്ടേഴ്സ് വിളിക്കുന്നത്. മെറ്റലുകൾ അതിന് എക്സാമ്പിൾസ് ആണ്. മെറ്റലുകൾ മിക്കവാറും എല്ലാ മെറ്റൽസും നല്ല കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മെറ്റാലിക് കണ്ടക്ടറിൽ, ഫോർ എക്സാമ്പിൾ കോപ്പറിന്റെ ഒരു ചെറിയ പീസിനകത്ത് ഒരു ക്രോസ് സെക്ഷൻ എസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മെറ്റലിനകത്ത് ധാരാളം ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ട്. എങ്ങനെയാണ് മെറ്റലിനകത്ത് ഫ്രീ ഇലക്ട്രോണുകൾ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബോറിന്റെ ആറ്റം മോഡൽ അറിയാം. ബോറിന്റെ ആറ്റം മോഡൽ അനുസരിച്ച് ആറ്റത്തിന്റെ ഒരു സെൻട്രൽ കോർ ഉണ്ട്, വിച്ച് വി കോൾ ദി ന്യൂക്ലിയസ്. അതിനകത്ത് ന്യൂട്രോൺസ് ഉണ്ട്, ചാർജ് ഇല്ലാത്ത, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ഉണ്ട്. ഈ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഇലക്ട്രോണുകളും ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും ഉണ്ട്. ആറ്റത്തിന്റെ വലിപ്പം തീരുമാനിക്കുന്നത് അതിലെ ഓർബിറ്റുകളുടെ എണ്ണമാണ്, എന്ന് വെച്ചാൽ ഇലക്ട്രോണുകളുടെയൊക്കെ എണ്ണമാണ്. ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഓർബിറ്റുകളുടെ എണ്ണം കൂടി വരികയും, ഓർബിറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഏറ്റവും പുറത്തുള്ള ഔട്ടർമോസ്റ്റ് ഓർബിറ്റലിന്റെ റേഡിയസ് നന്നായി വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഡയഗ്രത്തിൽ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ആണ് ഇതെന്ന് വിചാരിക്കുക. അതിന്റെ റേഡിയസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഈ ഇലക്ട്രോണിന്, ഓരോ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇലക്ട്രോണുകളെ ന്യൂക്ലിയസ് സെന്റർ ഓഫ് ദി ആറ്റത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്.
ആ അട്രാക്റ്റീവ് ഫോഴ്സ് കൂളുംസ് ലോ പ്രകാരം ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കൂളുംസ് ലോ പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇയാളുടെ ചാർജും ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് അട്രാക്റ്റീവ് ഫോഴ്സ് വന്നത്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇലക്ട്രോണിന് ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ഒരു ഇലക്ട്രോണിന് സ്വതന്ത്രനാകണമെങ്കിൽ, ആറ്റത്തിൽ നിന്ന് സ്വതന്ത്രനാകണമെങ്കിൽ നമ്മൾ അയാൾക്ക് പുറത്തുനിന്ന് എനർജി കൊടുക്കണം. എന്തിനു വേണ്ടി എനർജി കൊടുക്കണം? ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, കൂളുംസ് ലോ പ്രകാരമുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യാൻ മാത്രമുള്ള എനർജി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള എനർജി ആറ്റങ്ങളുടെ കണ്ടക്ടേഴ്സിന്റെ ആർക്കാണ് ഏറ്റവും കുറഞ്ഞ എനർജി വേണ്ടി വരിക? ഏത് ഇലക്ട്രോൺ ആണോ ന്യൂക്ലിയസുമായിട്ട് ഏറ്റവും കുറഞ്ഞ അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത്, അയാൾക്ക് അത്തരം ഇലക്ട്രോണുകൾക്ക് കുറഞ്ഞ എനർജി പുറത്തുനിന്ന് കൊടുത്താൽ മതിയാവും. സ്വാഭാവികമായിട്ടും അത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകളാണ്. മാത്രവുമല്ല, ആറ്റത്തിന്റെ സൈസ് കൂടുതലാണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, രണ്ട് ചാർജുകൾ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ ദൂരവും കൂടുതലായിരിക്കും. അതുകൊണ്ട് അത്തരം ഇലക്ട്രോണുകളെ സ്വതന്ത്രരാക്കാൻ, ആറ്റത്തിൽ നിന്നും ഫ്രീ ആക്കാൻ കുറച്ച് എനർജി മാത്രം പുറത്തുനിന്ന് കൊടുത്താൽ മതിയാവും. മെറ്റലുകളിലേക്കൊക്കെ ആറ്റങ്ങൾ വളരെ വലിപ്പം കൂടിയവയാണ്. അതുകൊണ്ട് മെറ്റലുകളിലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകളെ പുറത്ത് ചാടിക്കാൻ, ആറ്റത്തിൽ നിന്നും ഫ്രീ ആക്കാൻ കുറച്ച് എനർജി കൊടുത്താൽ മതി. എവിടുന്നാണ് ഈ എനർജി കിട്ടുന്നതിന് പല വഴികളുണ്ട്. അതിലൊരു വഴിയാണ് തെർമൽ എനർജി. 0 കെൽവിനിൽ ആറ്റങ്ങളിലെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളാണ്. അവ സ്വതന്ത്രരല്ല, ഫ്രീ ഇലക്ട്രോണുകളല്ല. എന്നാൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ഫിസിക്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയുടെ അളവുകോലാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോണുകൾക്ക് കൂടുതൽ എനർജി കിട്ടുകയും ഈ എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രോണുകൾ സ്വതന്ത്രരാവാൻ, ആറ്റത്തിൽ നിന്നും സ്വതന്ത്രരാവാൻ ശ്രമിക്കുകയും ചെയ്യും. റൂം ടെമ്പറേച്ചറൊക്കെ എത്തുമ്പോഴത്തേക്ക്, 0 കെൽവിനിൽ നിന്നും റൂം ടെമ്പറേച്ചറൊക്കെ എത്തുമ്പോഴത്തേക്ക്, എന്നുവെച്ചാൽ നോർമൽ ടെമ്പറേച്ചറൊക്കെ എത്തുമ്പോഴത്തേക്ക് കുറേ ഇലക്ട്രോണുകൾ ഇപ്രകാരം ഫ്രീ ആയി മാറിയിട്ടുണ്ടാവും. അത്തരം ഇലക്ട്രോണുകളെ നമ്മൾ ഇങ്ങനെ ഡോട്ടുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ മെറ്റൽ, ഏത് മെറ്റൽ എടുത്താലും അതിനകത്തൊക്കെ ധാരാളം ഫ്രീ ഇലക്ട്രോണുകൾ റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാവും. അങ്ങനെ ഇലക്ട്രോണുകൾ ഫ്രീ ആവുന്നതിന്റെ മെക്കാനിസമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഈ മെറ്റലിനകത്തുള്ള ഫ്രീ ഇലക്ട്രോണുകളാണെന്ന് വിചാരിക്കും. അങ്ങനത്തെ ധാരാളം ഫ്രീ ഇലക്ട്രോണുകളുണ്ട്, കുറച്ചെണ്ണെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫ്രീ ഇലക്ട്രോണുകൾ എന്തോ ഒരു ബലത്തിന്റെ സ്വാധീനത്തിന്റെ ഫലമായി, ആ ബലം എന്താണെന്നൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും, എന്തോ ഒരു ബലത്തിന്റെ സ്വാധീനത്തിന്റെ ഫലമായി ഒരു പ്രത്യേക ദിശയിൽ സഞ്ചരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ചാർജ് ഒരു പ്രത്യേക ദിശയിൽ സഞ്ചരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഒക്കെ വലത്തോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് വിചാരിക്കും. ഇലക്ട്രോൺ, ഈ ഫ്രീ ചാർജുകളെല്ലാം വലത്തോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ ചാർജിന് ഒഴുക്കുണ്ടെങ്കിലാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രത്യേക ദിശയിൽ ചാർജുകൾക്ക് ഒഴുക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ദിശയിലാണ് ചാർജുകൾക്ക് ഒഴുക്കുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ ക്വാണ്ടിറ്റി ആക്കി മാറ്റാൻ പോകുന്നതാണ് പരിശോധിക്കാൻ പോകുന്നത്. ഒരു ഒബ്സർവർ, അയാൾക്ക് ഇലക്ട്രോണിനെ കാണാനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കാം. ഒരു ഒബ്സർവർ ഈ ക്രോസ് സെക്ഷനെ ഒബ്സർവ് ചെയ്യാണ്. ക്രോസ് സെക്ഷനിലൂടെ ടി സെക്കൻഡ് സമയം കൊണ്ട് ഈ ക്രോസ് സെക്ഷനിലൂടെ ഒരു പ്രത്യേക ദിശയിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്ന ടോട്ടൽ ചാർജ് ആണ് ഇയാൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇയാൾ ഓരോ ചാർജിന്റെയും വാല്യൂ Q1 വീതമാണെന്ന് വിചാരിക്കും. Q1, Q2 ഇതൊക്കെയാണ് ഈ ചാർജുകളുടെ വാല്യൂസ് എന്ന് വിചാരിക്കും. Q1, Q2, Q3, Q4 ഇതൊക്കെയാണ് ഈ ചാർജുകളുടെ വാല്യൂ എന്ന് വിചാരിക്കും. അപ്പോൾ അയാൾ ടി സെക്കൻഡ് സമയത്തേക്ക് ഈ ക്രോസ് സെക്ഷനിലൂടെ, എസ് എന്ന് പേരിട്ടിരിക്കുന്ന ക്രോസ് സെക്ഷനിലൂടെ ഇടത്തുനിന്ന് വലത്തോട്ട് മുറിച്ചു കിടക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയ സമയത്ത് ടി സെക്കൻഡ് കൊണ്ട് ആ ക്രോസ് സെക്ഷനിലൂടെ ഒഴുകുന്ന ഇലക്ട്രോണുകൾ ചാർജിന്റെ മൊത്തം എണ്ണം Q1 പ്ലസ് Q2 പ്ലസ് എക്സെട്ര ആണെന്ന് വിചാരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ Q കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും. അതായത് ടി സെക്കൻഡ് കൊണ്ട് എസ് എന്ന് പറയുന്ന ക്രോസ് സെക്ഷനിലൂടെ ഇടത്തുനിന്ന് വലത്തോട്ട് ഒഴുകുന്ന ചാർജിന്റെ അളവ് Q കൂടും, എല്ലാം കൂടെ കൂട്ടിയപ്പോൾ Q കൂടുമാണ് കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ക്രോസ് സെക്ഷനിലൂടെ ഒരു സെക്കൻഡ് കൊണ്ട് ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ, ഇടത്തുനിന്ന് വലത്തോട്ട് ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര വരും? Q/T കൂളും ഇൻ 1 സെക്കൻഡ് വരും. ഈ ക്വാണ്ടിറ്റിയെയാണ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദിസ് കണ്ടക്ടർ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് കറണ്ട് ത്രൂ ദിസ് കണ്ടക്ടർ. ശ്രദ്ധിക്കുക, ഇലക്ട്രിക് കറണ്ട് ത്രൂ ദാറ്റ് ക്രോസ് സെക്ഷൻ അല്ല പറഞ്ഞത്, ഇലക്ട്രിക് കറണ്ട് ത്രൂ ദിസ് കണ്ടക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ക്രോസ് സെക്ഷൻ വേണമെങ്കിലും എടുക്കാം. ഈ ഒരു ക്രോസ് സെക്ഷൻ തന്നെ വേണമെന്നില്ല, മറ്റേത് ക്രോസ് സെക്ഷൻ എടുത്താലും അതിലൂടെ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ചാർജിന്റെ അളവ് Q/T തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ആയിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ ഇതുവരെ പറയാത്തൊരു കണ്ടീഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ കറണ്ട് ഈക്വൽ ടു Q/T എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് വി അസ്യൂം ദാറ്റ് ദ ഫ്ലോ ഓഫ് ചാർജ് ഈസ് യൂണിഫോം. എന്ന് വെച്ചാൽ ഈക്വൽ ഇന്റർവെല്ലിൽ ഈ ക്രോസ് സെക്ഷനിലൂടെ
തുല്യ അളവ് ചാർജാണ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ടിയുടെ വാല്യൂ ടി ഈസ് ഈക്വൽ ടു മൊത്തം ടൈം, ഇയാൾ ഒബ്സർവ് ചെയ്യാൻ എടുത്ത മൊത്തം ടൈം 10 സെക്കൻഡുകളാണ് എന്ന് വിചാരിക്കും. ആ 10 സെക്കൻഡിൽ ആദ്യത്തെ സെക്കൻഡ് എന്ന് പറയുന്നത് 0 മുതൽ 1 സെക്കൻഡ് വരെയുള്ള സമയമാണ്. 0 മുതൽ 1 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് ഒഴുകിയ ചാർജ് 2 കൂളും. ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകിയ ചാർജ് 2 കൂളും തന്നെയായിരിക്കും. ഇനി 10 സെക്കൻഡുകളിൽ അടുത്ത സെക്കൻഡ് 1 സെക്കൻഡ് കഴിഞ്ഞു. രണ്ടാമത്തെ സെക്കൻഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിൽ ഒഴുകുന്ന ചാർജിന്റെ അളവാണ്. 2 സെക്കൻഡിനും 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിലുള്ള സമയത്തിനാണ് രണ്ടാമത്തെ സെക്കൻഡ് എന്ന് വിളിക്കുന്നത്. അതിലൂടെ ആ സമയം കൊണ്ട് ഒഴുകുന്ന ഇതും 1 സെക്കൻഡ്, ഇത് അടുത്തൊരു സെക്കൻഡ്. ഈ സമയം കൊണ്ട് ഒഴുകുന്ന ചാർജും 2 കൂളും തന്നെയാണ്. ഇനി അടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് ആവുന്നത് വരെയുള്ള സമയത്തിനെയാണ് മൂന്നാമത്തെ സെക്കൻഡ് എന്ന് വിളിക്കുന്നത്. അതിലൂടെയും ആ സമയം കൊണ്ട് ഒഴുകുന്ന ചാർജിന്റെ അളവ് 2 കൂളും തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ കണ്ടക്റ്റിലൂടെ തുല്യ സമയം കൊണ്ട്, ഇതെല്ലാം തുല്യ സമയമാണ്, തുല്യ സമയം കൊണ്ട് ഒഴുകുന്ന ചാർജിന്റെ അളവ് തുല്യമാണെങ്കിൽ, ഓരോ ഈക്വൽ ടൈം ഇന്റർവെല്ലിലും ഒഴുകുന്ന ചാർജിന്റെ അളവ് ഈക്വൽ ആണെങ്കിൽ അത്തരം ഒരു ഫ്ലോയാണ് യൂണിഫോം ഫ്ലോ ഓഫ് ചാർജ് എന്ന് വിളിക്കുന്നത്. യൂണിഫോം ഫ്ലോ ആണ് ഈ കണ്ടക്റ്റിലൂടെ ചാർജിനുള്ളതെങ്കിൽ അത്തരം കേസുകളിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് I = Q/T. ഇനി യൂണിഫോം അല്ലെങ്കിൽ, ചാർജിന്റെ ഒഴുക്ക് യൂണിഫോം അല്ലെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ എഴുതി വെക്കാം, ചാർജിന്റെ ഒഴുക്ക് യൂണിഫോം ആണെങ്കിൽ I = Q/T, യൂണിറ്റ് കൂളും പെർ സെക്കൻഡ്. യൂണിറ്റിന് ഒരു പേരുണ്ട്, നമുക്ക് പിന്നീട് പറയാം. ഇനി ഈ ചാർജിന്റെ ഒഴുക്ക് നോൺ യൂണിഫോം ആണെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കുക? ചാർജിന്റെ ഒഴുക്ക് നോൺ യൂണിഫോം ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ടൈം ഇന്റർവെല്, ഇപ്പോൾ ഇവിടെ ടൈം ഇന്റർവെല് നമ്മൾ ΔT എന്നാണ് വിളിക്കുക. ഇവിടെ ഈ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞ ടൈം ഇന്റർവെല് 10 സെക്കൻഡ് ആയിരുന്നു. 10 സെക്കൻഡ് എന്ന് പറയുന്നത് വലിയൊരു ടൈം ഇന്റർവെല്ലാണ്. അപ്പോൾ ആ ടൈം ഇന്റർവെല്ലിനെ എത്രമാത്രം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുക. അതെങ്ങനെയാ മാത്തമാറ്റിക്സിൽ എഴുതുക? ഇങ്ങനെയാണ് എഴുതുക. ലിമിറ്റ് ΔT, നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ക്രോസ് സെക്ഷനിലൂടെ ഒഴുകുന്ന ചാർജ് എത്ര സമയത്തേക്കാണ് ഒഴുകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഏത് ടൈം ഇന്റർവെല്ലാണ് എടുത്തിരിക്കുന്നത്, ആ ടൈം ഇന്റർവെല്ല് 0 അടുക്കാൻ മാത്രം ചെറുതാവട്ടെ എന്നാണ് ഈ എഴുതിയതിന്റെ അർത്ഥം. എത്രമാത്രം ചെറിയൊരു ടൈം ഇന്റർവെല്ല് നമുക്ക് മനസ്സിലെടുക്കാൻ പറ്റുമോ അത്രയും ചെറിയ ടൈം ഇന്റർവെൽ എടുക്കാം. ഇത്രയും ചെറിയ ടൈം ഇന്റർവെല്ലിന്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടൈം ഇന്റർവെല്ലിനെ DT എന്നാണ് വിളിക്കുന്നത്. അപ്പം ചാർജിന്റെ ഒഴുക്ക് നോൺ യൂണിഫോം ആണെങ്കിൽ, തുല്യ ടൈം ഇന്റർവെല്ലിൽ തുല്യ ചാർജ് അല്ല ഒരു ക്രോസ് സെക്ഷനിലൂടെ ഒഴുകുന്നെങ്കിൽ, നമ്മൾ DT സെക്കൻഡ് സമയത്തേക്ക് എത്രമാത്രം ചെറിയൊരു ടൈം ഇന്റർവെല്ലാണ് എടുക്കാൻ പറ്റുക അത്രയും ചെറിയ ടൈം ഇന്റർവെല്ലിൽ ഒഴുകുന്ന ചാർജ് കണ്ടുപിടിക്കാം, ക്രോസ് സെക്ഷനിലൂടെ പോകുന്ന ചാർജ് കണ്ടുപിടിക്കാം. അങ്ങനെ ഒഴുകുന്ന ചാർജ്, ഒരു പ്രത്യേക ദിശയിൽ ഒഴുകുന്ന ചാർജ് DQ കൂളും ആണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് ആ ക്രോസ് സെക്ഷനിലൂടെ ഒഴുകുന്ന ചാർജ് എത്രയാന്ന് നോക്കുക, അത് dQ/dt ആണ്. അഗെയിൻ ചാർജിന്റെ യൂണിറ്റ് കൂളുമാണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇതാണ് നോൺ യൂണിഫോം ഫ്ലോ ഓഫ് ചാർജ് ആണ് ഒരു കണ്ടക്ടറിലൂടെ ഉള്ളതെങ്കിൽ അത്തരം ഒരു കണ്ടക്ടറിലെ ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. യൂണിഫോം ആണെങ്കിൽ Q/T, നോൺ യൂണിഫോം ഫ്ലോ ഓഫ് ചാർജ് ആണെങ്കിൽ dQ/dt. ഇനി നോൺ യൂണിഫോം ചാർജ് ഒഴുകുന്ന സമയത്തും ചാർജ് നോൺ യൂണിഫോം ആയിട്ട് പോകുന്ന സമയത്തും നമുക്ക് വലിയ ഇന്റർവെല്, ചെറിയ ഇന്റർവെൽ എടുക്കാണ്ട് വലിയ ഇന്റർവെൽ ഓഫ് ടൈം എടുത്തിട്ട് ആ ടൈമിൽ ഒരു ക്രോസ് സെക്ഷനിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ Q/T വലിയൊരു ഇന്റർവെൽ എടുക്കുക, ചാർജിന്റെ ഒഴുക്ക് നോൺ യൂണിഫോം ആണ്, ചെറിയ ഇന്റർവെൽ എടുക്കുന്നതിന് പകരം വലിയ ഇന്റർവെൽ എടുക്കുക. ആ വലിയ ഇന്റർവെല്ലിൽ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷനിലൂടെ ഒഴുകിയ ചാർജിന്റെ അളവ് Q ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിലൂടെ ഒഴുകിയ ചാർജിന്റെ അളവ് Q/T ആയിരിക്കും. ഇത് ആവറേജ് കറണ്ട് ത്രൂ ദാറ്റ് കണ്ടക്ടർ ഇൻ T സെക്കൻഡ് ആണ്. T സെക്കൻഡ് കൊണ്ടുണ്ടായ ആവറേജ് കറണ്ട് ആണ് Q/T എന്ന് പറയുന്നത്. അപ്പൊ ചാർജിന്റെ ഒഴുക്ക് യൂണിഫോം ആണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I = Q/T. ചാർജിന്റെ ഒഴുക്ക് നോൺ യൂണിഫോം ആണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I is equal to dQ/dt. ഇതിന് ഇൻസ്റ്റന്റാനിയസ് കറണ്ട് എന്നും പറയും. I = dQ/dt. അഗെയിൻ ചാർജിന്റെ ഒഴുക്ക് നോൺ യൂണിഫോം ആണെങ്കിൽ വലിയൊരു ഇന്റർവെൽ ഓഫ് ടൈമിൽ ഒഴുകുന്ന ചാർജ് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് Q/T കണ്ടുപിടിക്കാം. ആ കേസിൽ Q/T എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ആണ്. അഗെയിൻ ഇവിടെ ഈ യൂണിറ്റ് കൂളും/സെക്കൻഡ് ആണ്. ഇനി കറണ്ടിന്റെ യൂണിറ്റ് കൂളും/സെക്കൻഡ് ആണെന്ന് മനസ്സിലായി. നേരത്തെ പറഞ്ഞിരുന്നു അതിനൊരു പ്രത്യേക പേരുണ്ടെന്ന്. കൂളും/സെക്കൻഡ് ഈസ് നോൺ ആസ് ആംബിയർ. കൂളും/സെക്കൻഡിനെയാണ് ആംബിയർ എന്ന് വിളിക്കുന്നത്. അതിനെ റിപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ A ആണ്. കൂളും/സെക്കൻഡ് ഈസ് നോൺ ആസ് ആംബിയർ. 1 ആംബിയർ, ഈ ഇക്വേഷൻ അനുസരിച്ച്, ഈ റിലേഷൻഷിപ്പ് അനുസരിച്ച് 1 ആംബിയർ =
1 coulomb/1 second. ശ്രദ്ധിക്കുക, ഇത് 1 ആംപിയറിന്റെ ഡെഫിനിഷൻ അല്ല. 1 ആംപിയറിന്റെ ഫിസിക്സിലെ ഡെഫിനിഷൻ നമ്മൾ പിന്നീട് ഒരു ചാപ്റ്ററിൽ പഠിക്കും. 1 ആംപിയർ ചോദിച്ചു കഴിഞ്ഞാൽ 1 coulomb/1 second എഴുതിയാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാമിന് മാർക്ക് 1 ആംപിയർ ഈക്വൽ ടു 1 coulomb/1 second. ഒന്നുകൂടെ പറയുന്നു, ഇത് ഇലക്ട്രിക് കറണ്ട് 1 ആംപിയറിന്റെ ഡെഫിനിഷൻ അല്ല. അത് നമ്മൾ പിന്നീട് ഒരു ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, ഇനി ഇലക്ട്രിക് കറണ്ട് ഡയറക്ഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഏതാണ് ഇലക്ട്രിക് കറണ്ടിന്റെ ദിശ? ഇലക്ട്രിക് കറണ്ടിന്റെ ദിശ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഒഴുകുന്ന ദിശയാണ്. അപ്പൊ ഇവിടെ നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞു ഇലക്ട്രോണുകളാണ് ഈ ക്രോസ് സെക്ഷനിലൂടെ ഒഴുകുന്നതെന്ന് പറഞ്ഞു. ഒരു പ്രത്യേക ദിശയിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ഇലക്ട്രോണുകളാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞു. ഇലക്ട്രോണുകളുടെ ഒഴുക്ക്, പോസിറ്റീവ് ചാർജിന്റെ ഒഴുക്കാണ് ഇലക്ട്രിക് കറണ്ടിന്റെ ദിശയെങ്കിൽ ഇലക്ട്രോണുകൾ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഒഴുകുന്ന സമയത്ത് ഇലക്ട്രിക് കറണ്ട് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയല്ല, ആ കേസിലും ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. നെഗറ്റീവ് ചാർജിന് ഒഴുകാം, പോസിറ്റീവ് ചാർജിന് ഒഴുകാം. ഫ്രീ ആയിട്ടുള്ളത് ആരാണോ അവർക്കൊക്കെ ഒഴുകാം. മെറ്റലുകളിൽ ഒഴുകുന്നത് ഇലക്ട്രോണുകളാണ്, കാരണം മെറ്റലുകളിൽ ഫ്രീ ആയിട്ട് ഒഴുകാൻ പറ്റുന്ന ചാർജ് ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോലൈറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പോസിറ്റീവ് അയോണുകളും ഒഴുകുന്നുണ്ട്, ഇലക്ട്രിക് കറണ്ട് ആയിട്ട് പോസിറ്റീവ് അയോണുകളും ഒഴുകുന്നുണ്ട്. പോസിറ്റീവ് ചാർജിന് വേണമെങ്കിൽ ഒഴുകാം. അപ്പോൾ നെഗറ്റീവ് ചാർജാണ് ഒഴുകുന്നതെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന്റെ ദിശ എന്താണ്? ദിശ ഏത് ദിശയിലാണ് ഇലക്ട്രിക് കറണ്ട് ഏത് ദിശയാണ് നമ്മൾ കൊടുക്കുക? പോസിറ്റീവ് ചാർജിന്റെ ഒഴുകലിന്റെ ദിശയാണ് ഇലക്ട്രിക് കറണ്ടിന്റെ ദിശ. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കാരണമാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ദിശയാണ്, ഇലക്ട്രോണുകൾ ഒഴുകുന്നതിന്റെ ഓപ്പോസിറ്റ് ദിശയാണ് ഇലക്ട്രിക് കറണ്ടിന്റെ ദിശ. അപ്പൊ ഇതൊരു കൺവെൻഷനാണ്. എന്ന് വെച്ചാൽ വളരെ കാലമായി പിന്തുടർന്ന് വരുന്ന ഒരു സംഗതിയാണ് നമ്മൾ കൺവെൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതൊരു കൺവെൻഷനാണ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ടേക്കൺ ആസ് എ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ്. അപ്പൊ നെഗറ്റീവ് ചാർജ് കാരണമാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നതെങ്കിൽ ഏതാണ് ദിശ? ഇലക്ട്രിക് കറണ്ട് ദിശ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ഏത് ദിശയിലാണ് ഒഴുകുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദിശയാണ് ഇലക്ട്രിക് കറണ്ടിന്റെ ദിശ. അപ്പൊ ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റികൾ എന്നാണ് കഴിഞ്ഞ വർഷം പഠിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാവുന്ന ഒരു സംശയം, ഇലക്ട്രിക് കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിലും അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, അതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ കഴിഞ്ഞാലും പഠിച്ചത് തെറ്റായതുകൊണ്ടാണോ? അല്ല, കഴിഞ്ഞാലും പഠിച്ചത് ശരി തന്നെയാണ്. വെക്ടറുകൾക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും. സ്കെയിലറുകളാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഒരു സംഗതി കൂടെ നമ്മളിപ്പോൾ ചേർക്കുകയാണ്. ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആവില്ല. അതിന് വെക്ടർ ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളത് കൊണ്ട് ഇലക്ട്രിക് കറണ്ട് ഒരു വെക്ടർ ആണോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അതെന്താ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റികളെ വെക്ടർ എന്നല്ലേ വിളിക്കേണ്ടത്? പിന്നെ ഇക്കാര്യത്തിൽ എന്താ ഒരു സംശയം തോന്നാനുള്ളത്? ശ്രദ്ധിക്കുക, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളത് കൊണ്ട് മാത്രം ഒരു ക്വാണ്ടിറ്റിയെ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കണം എന്നില്ല. അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആകണമെങ്കിൽ മാത്തമാറ്റിക്സിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. അതിനകത്തുള്ള നിയമങ്ങൾ കൂടി അനുസരിക്കണം. അതിനകത്തുള്ള ഒരു നിയമം കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെക്ടർ അഡീഷന് വേണ്ടി ഉപയോഗിക്കുന്ന നിയമം ട്രയാങ്കുലർ ലോയും പാരലോഗർ ലോ ഉപയോഗിച്ചൊക്കെ വെക്ടർ അഡീഷൻ നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ രണ്ട് ഫോഴ്സുകൾ F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സും F2 എന്ന് പറയുന്ന മറ്റൊരു ഫോഴ്സും ഈ രണ്ട് ദിശകളിൽ, ഈ കാണിച്ചിരിക്കുന്ന ദിശകളിലാണ് ഒരു പോയിന്റായ ഓയിൽ ആക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് F1 F2 ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് ഈ ദിശയിൽ വരും, വെർട്ടിക്കൽ ആയിട്ടുള്ള താഴേക്കുള്ള ദിശയിൽ. അപ്പോൾ ആ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടാകും. നിങ്ങൾക്കറിയാം, റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 സ്ക്വയർഡ് പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് F2 സ്ക്വയർഡ് പ്ലസ് 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് F2 ഇൻറ്റു കോസ് തീറ്റ, വേർ തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ F1 ആൻഡ് F2. തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ F1 ആൻഡ് F2. അപ്പോൾ ഈ തീറ്റയുടെ വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ, ഫോഴ്സുകൾ ഇങ്ങനെ കിടക്കുന്നതിന് പകരം ഒരു ഫോഴ്സ് ഇങ്ങനെയും ഒരു ഫോഴ്സ് ഇങ്ങനെയാണെങ്കിൽ, ഒരു ഫോഴ്സ് ഈ ദിശയിലും F2 ഈ ദിശയിലും F1 ഈ ദിശയിലും ആക്ട് ചെയ്യുന്നെങ്കിൽ റിസൾട്ടന്റെ മാഗ്നിറ്റ്യൂഡ് കൂടും. തീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഈ ഫോഴ്സുകൾ ഇങ്ങനെയുമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ദിശയിലുള്ള റിസൾട്ടന്റെ മാഗ്നിറ്റ്യൂഡ് കുറയുകയും ചെയ്യും. എന്നുവെച്ചാൽ ദ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ ബിറ്റ്വീൻ ദം. അവർക്കിടയിലുള്ള ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തു. ഇനി രണ്ട് കറണ്ടുകളാണ് ഈ രൂപത്തിൽ ഒരു പോയിന്റിൽ വെച്ച് കൂടിച്ചേരുന്നതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോപ്പർ വയർ, I1 കറണ്ട് ഉള്ള ഒരു കോപ്പർ വയർ ഉണ്ടെന്ന് വിചാരിക്കും. I1 ആംപിയർ ആണ് ഈ കോപ്പർ വയറിലൂടെയുള്ള കറണ്ട്. രണ്ടാമത്തെ കോപ്പർ വയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കോപ്പർ വയറുകളൂടെ ഈ പോയിന്റ് O എന്ന് പറയുന്ന പോയിന്റിൽ തമ്മിൽ കണക്റ്റഡ് ആണ്.
രണ്ടാമത്തെ കോപ്പർ വയറിലൂടെയുള്ള കറണ്ട് I2 ആംപിയർ ആണെന്ന് വിചാരിക്കും. ഇവ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് മൂന്നാമതൊരു കണ്ടക്ടർ കോപ്പർ വയർ താഴേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് കൊടുത്തിരിക്കുന്ന ഈ കോപ്പർ വയർ വെർട്ടിക്കലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടോ ഒക്കെ തിരിച്ച് കണക്ട് ചെയ്യാമായിരുന്നു. നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോപ്പർ വയറിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറണ്ട്, ഈ കറണ്ടുകൾക്ക് രണ്ടുപേർക്കും വേറെ വഴിയൊന്നുമില്ല പോകാൻ, ഈ ഒരു വഴി മാത്രമേ മുന്നോട്ട് പോകാനുള്ളൂ എങ്കിൽ ഇതിലൂടെയുള്ള മൊത്തം കറണ്ടിന്റെ വാല്യൂ I1 + I2 ആണ്. It does not depend on the resultant, the magnitude of the resultant does not depend on the angle between these two currents. വേറെ വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് കറണ്ടുകൾ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നതിന് പകരം ഒരു കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട്, നേരത്തെ ഇങ്ങനെയാണ് വരച്ചിരുന്നത്, ഇപ്പോൾ ഒരു കറണ്ട് I1 ആംപിയർ ഇങ്ങോട്ടും I2 ആംപിയർ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, അപ്പോഴും ഈ രണ്ട് കറണ്ടുകൾക്കും തമ്മിൽ യോജിച്ച് പോകാൻ വേറെ വഴിയൊന്നുമില്ലെങ്കിൽ ഈ വഴിയിൽ കൂടെ I = I1 + I2 ആയിട്ട് തന്നെയാണ് ഒഴുകുക. അതേ സമയത്ത് ഈ രണ്ട് ബലങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ബലങ്ങളെ ഇങ്ങനെയാണ്, ഒരു ബലം ഇങ്ങോട്ടും F2 ഇങ്ങോട്ടും F1 എന്ന് പറയുന്ന ബലം ഇങ്ങോട്ടുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. F1 എന്ന് പറയുന്ന ബലം ഇങ്ങോട്ടുമായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ദിശയിൽ വെക്ടർ സം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിലും ഇലക്ട്രിക് കറണ്ട് ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല, അതൊരു സ്കെലാർ ക്വാണ്ടിറ്റി മാത്രമാണ്. ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട വെക്ടർ ക്വാണ്ടിറ്റികൾ ഉണ്ട്, അത് നമ്മൾ പിന്നീട് ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രിക് കറണ്ട് ഈസ് നോട്ട് എ വെക്ടർ ക്വാണ്ടിറ്റി ഈവൻ ദോ ഇറ്റ് ഹാസ് ഗോട്ട് എ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ, ഇറ്റ് ഈസ് ഓൺലി എ സ്കെലാർ ക്വാണ്ടിറ്റി. ഇനി ഒരു കണ്ടക്ടറിലൂടെ വലത്തോട്ടും ഇടത്തോട്ടും ചാർജ് ഒഴുകുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ I = Q/T ഈ ക്യൂവിന്റെ സ്ഥാനത്ത് Q = Q1 + Q2 കൊടുക്കണോ, അതോ Q = Q1 - Q2 കൊടുക്കണം? T സെക്കൻഡ് സമയം കൊണ്ട് ഈ ക്രോസ് സെക്ഷനിലൂടെ വലത്തോട്ട് Q1 കൂളുമും ഇടത്തോട്ട് Q2 കൂളുമും ഒഴുകുന്നുണ്ടെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ ന്യൂമറേറ്ററിൽ കൊടുക്കുന്ന ടോട്ടൽ ചാർജ് Q1 + Q2 ആണോ Q1 - Q2 ആണ്? ശ്രദ്ധിക്കുക, Q1 - Q2 ആണ്. നെറ്റ് ഫ്ലോ ഓഫ് ചാർജ്, നെറ്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ അങ്ങോട്ടുള്ളത് മൈനസ് വലത്തോട്ടുള്ളത് മൈനസ് ഇടത്തോട്ടുള്ളത് തമ്മിലൊരു ഡിഫറൻസ് എടുക്കണം. കൂട്ടി ഇങ്ങനെ സം എടുക്കരുത്, ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. രണ്ടും ഒരേ ദിശയിലാണെങ്കിൽ Q1 ഉം Q2 ഉം ഒരേ ദിശയിലാണെങ്കിൽ ഇതാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെർമൽ എനർജി കാരണമുള്ള ഇലക്ട്രോണുകളുടെ മോഷൻ, ചാർജിന്റെ ഒഴുക്കാണല്ലോ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ തെർമൽ എനർജി കാരണമുള്ള ഇലക്ട്രോണുകളുടെ ഒഴുക്ക് കൊണ്ട് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുമോ? ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ തെർമൽ എനർജി കാരണമുള്ള ഇലക്ട്രോണുകളുടെ ഒഴുക്കിന് പ്രത്യേക ദിശയൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്നത് ഒരു കണ്ടക്ടറിലുള്ള റൂം ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോണുകളാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ധാരാളം ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. ഈ ഫ്രീ ഇലക്ട്രോണുകളൊന്നും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലല്ല. അവയ്ക്ക് ഈ ന്യൂക്ലിയസിന് ചുറ്റി സഞ്ചരിക്കണം നിർബന്ധമൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണേ ബാക്കി എന്ത് തരം മോഷനും അവ സ്വതന്ത്രരാണ്. അതുകൊണ്ട് ദേ വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ്, ഓൾ ഓഫ് ദം വിൽ ബി ഇൻ മോഷൻ. എല്ലാവരും ചലനത്തിലായിരിക്കും. അങ്ങനെ ചലനത്തിലുള്ള ഇലക്ട്രോണുകളുടെ ദിശ എന്ന് പറയുന്നത് തോന്നിയ മാതിരിയായിരിക്കും, റാൻഡം ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവും. ഒന്ന് മുകളിൽ ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ ഒന്ന് ഇങ്ങോട്ടായിരിക്കും, ഒന്ന് വലത്തോട്ടാണെങ്കിൽ വേറൊന്ന് ഇടത്തോട്ടായിരിക്കും, ഒന്ന് ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ വേറൊരു മുകളിലേക്കായിരിക്കും, ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് ഓപ്പോസിറ്റ്, ഒന്ന് മുകളിലേക്ക്, ഒന്ന് താഴേക്ക്, ഒന്ന് ഈ ദിശയിൽ പോകുന്നു, മറ്റൊരെണ്ണം ഈ ദിശയിൽ പോകുന്നു. ഓരോരുത്തരും തോന്നിയ ദിശയിലാണ് സഞ്ചരിക്കുക. ഇങ്ങനെ തോന്നിയ ദിശയിലുള്ള സഞ്ചാരത്തിനെയാണ് റാൻഡം മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ക്രോസ് സെക്ഷനിലൂടെ ടി സെക്കൻഡ് സമയത്തേക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ദിശയിൽ, ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രത്യേക ദിശയിൽ എന്നുള്ളതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക ദിശയിൽ ചാർജ് ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് ഒഴുകിയാൽ മാത്രമേ ആ ടൈം ഇന്റർവെല്ലിൽ ഇലക്ട്രിക് കറണ്ട് ആ കണ്ടക്ടറിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ റാൻഡം മോഷനുള്ള ഇലക്ട്രോണുകളാണ് ഈ ക്രോസ് സെക്ഷനിൽ ഉള്ളതെങ്കിൽ ഈ ക്രോസ് സെക്ഷനിലൂടെ ടി സെക്കൻഡ് കൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ദിശയിലുള്ള നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് എത്രയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ എത്ര എന്ന് വെച്ചാൽ Q/T ആണ്.
that is equal to 0 by T, which is equal to 0. That is, the electric current through a conductor in general is equal to 0 at room temperature. റൂം ടെമ്പറേച്ചറിൽ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ കണ്ടക്ടറിന്റെ വാല്യൂ 0 ആണ്. എന്തുകൊണ്ട് ഇവിടെ 0 ആയി? ഇലക്ട്രോണുകൾ റാൻഡം മോഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രോണുകളുടെ റാൻഡം മോഷൻ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഇലക്ട്രോണുകളുടെ റാൻഡം മോഷന് പകരം ഒരു പ്രത്യേക ദിശയിൽ ഇലക്ട്രോണുകൾ ഒഴുകിയാൽ മാത്രമേ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇലക്ട്രോണുകളെ ഒരു പ്രത്യേക ദിശയിൽ മൂവ് ചെയ്യിക്കണം. ഇലക്ട്രോണുകളെ ഒരു പ്രത്യേക ദിശയിൽ മൂവ് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകൾക്ക് ആ ദിശയിൽ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബലം ആരെങ്കിലും, ഇലക്ട്രോണുകളുടെ മുകളിൽ ആ പ്രത്യേക ദിശയിൽ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ബലം, ഫോഴ്സ് ആരെങ്കിലും പ്രയോഗിക്കണം. അപ്പോൾ ഈ കണ്ടക്ടറിന്റെ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ക്രോസ് സെക്ഷനിലൂടെ ഇലക്ട്രോണുകൾ ഒരു പ്രത്യേക ദിശയിൽ മൂവ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ട്രോണുകൾ എന്ന് വിചാരിക്കാം. ഈ ഇലക്ട്രോണുകൾക്ക് ഇപ്പം തെർമൽ എനർജി കാരണമുള്ള റാൻഡം മോഷൻ ആണത്. എന്ന് വെച്ചാൽ ഇയാൾ ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നു, ഇയാൾ ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നു, ഇയാൾ ഈ ദിശയിൽ, ഇയാൾ ഇങ്ങോട്ടാണ് പോകാൻ ശ്രമിക്കുന്നത്. ഓരോ ഇലക്ട്രോണും ഓരോ ദിശയിലാണ് പോകാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ തോന്നുന്ന ദിശകളിലൊക്കെയാണ് പോകാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു പോസിറ്റീവ്, പുറത്ത് ഒരു പോസിറ്റീവ് ചാർജിന്റെ സ്വാധീനം ഇവിടെയും ഒരു നെഗറ്റീവ് ചാർജിന്റെ സ്വാധീനം ഈ ഭാഗത്തും ഉണ്ടെങ്കിൽ, ഈ കണ്ടക്ടറിൽ ഈ ഭാഗത്ത് ഒരു പോസിറ്റീവ് ചാർജിന്റെ സ്വാധീനവും നെഗറ്റീവ് ചാർജിന്റെ സ്വാധീനം ഇവിടെയും ഉണ്ടെങ്കിൽ എന്താണ് ഈ ഇലക്ട്രോണുകൾക്ക് സംഭവിക്കുക എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു. അപ്പൊ എങ്ങനെ ഈ സ്വാധീനം ഉണ്ടാക്കുക? ഇവിടെ പോസിറ്റീവ് ചാർജിന്റെ സ്വാധീനം എന്ന് വെച്ചാൽ ഹയർ പൊട്ടൻഷ്യൽ ഇവിടെ വേണം. ഹയർ പൊട്ടൻഷ്യൽ ഇവിടെ കൊടുക്കണമെങ്കിൽ നമ്മളൊരു സെല്ലിന്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇടത്തുവശത്തെ എൻഡിലും നെഗറ്റീവ് പൊട്ടൻഷ്യൽ വലത്തുവശത്തെ എൻഡിലും കൊടുക്കുക. ഈ എൻഡിനെ എ എന്ന് വിളിക്കാം, ഈ എൻഡിനെ ബി എന്ന് വിളിക്കാം. കണ്ടക്ടറിന്റെ എൻഡ് എയിൽ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ കാരണമുള്ള പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്, എൻഡ് ബിയിൽ നെഗറ്റീവ് ടെർമിനൽ കാരണമുള്ള നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി എന്താണ്, അതുവരെ റാൻഡം മോഷനിൽ ആയിരുന്ന ഈ ഇലക്ട്രോണുകൾക്ക് ഈ സെല്ലിന്റെ പ്രസൻസ് സെല്ലുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ എന്ത് വ്യത്യാസമാണ് അവയുടെ മോഷനിൽ ഉണ്ടാവുക എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. ഈ നെഗറ്റീവ് ചാർജിന്റെ റിപ്പൾഷൻ കാരണവും ഇവിടുത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കാരണമുള്ള റിപ്പൾഷൻ കാരണവും ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കാരണമുള്ള അട്രാക്ഷൻ കാരണവും ഇലക്ട്രോണുകളെല്ലാം ഒരു കോമൺ ഇങ്ങോട്ട് അവയ്ക്ക് ഇപ്പോഴും മോഷൻ ഉണ്ട്. തെർമൽ എനർജി കാരണം ഇങ്ങോട്ട് മോഷൻ ഉണ്ട്. അതോടൊപ്പം അവയ്ക്ക് വലത്ത് നിന്നും ഇടത്തോട്ട് ഒരു കോമ്പണന്റ് ഓഫ് വെലോസിറ്റി കൂടി കിട്ടും. വലത്ത് നിന്ന് ഇടത്തോട്ട് ഒരു കോമ്പണന്റ് ഓഫ് വെലോസിറ്റി കൂടി കിട്ടും. എല്ലാ ഇലക്ട്രോണുകൾക്കും കിട്ടും. ഇപ്പോൾ രണ്ട് വെലോസിറ്റികൾ ഓരോ ഇലക്ട്രോണിനുണ്ട്. ഒന്ന് റാൻഡം ഡയറക്ഷനിലുള്ള വെലോസിറ്റികൾ തെർമൽ എനർജി കാരണം. മറ്റൊന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം. ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ, ഇവിടെ ഹയർ പൊട്ടൻഷ്യലാണ്. ലോവർ പൊട്ടൻഷ്യൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്ക് നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോണുകൾക്ക് ഒരു വെലോസിറ്റി കോമ്പണന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ റാൻഡം മോഷൻ കാരണമുള്ള വെലോസിറ്റി കോമ്പണന്റുകളൊക്കെ മായ്ച്ചു കളയാണ്. നമ്മളുടെ ഡിസ്കഷനിൽ അവരെ നമ്മളിനി പങ്കെടുപ്പിക്കുന്നില്ല. നമ്മളുടെ ഡിസ്കഷൻ, ഇനി അങ്ങോട്ടുള്ള ഡിസ്കഷനിൽ വെലോസിറ്റി അക്വയേർഡ് ബിക്കോസ് ഓഫ് ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ ഇപ്പം നിങ്ങൾ നോക്കൂ, എല്ലാ ഇലക്ട്രോണുകൾക്കും ഈ വലത്തു നിന്നും ഇടത്തോട്ട് ഒരു കോമ്പണന്റ് ഓഫ് വെലോസിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ക്രോസ് സെക്ഷനിലൂടെ ഇപ്പൊ ഏതെങ്കിലും ഒരു ദിശയിലുള്ള ഇലക്ട്രോണുകളുടെ ഒഴുക്ക് എത്രയെന്ന് വെച്ചാൽ നേരത്തെ കണ്ട പോലെ 0 അല്ല, റാൻഡം മോഷൻ അല്ല, നേരത്തെ കണ്ട പോലെ 0 അല്ല. ഇവിടുത്തെ ടോട്ടൽ മോഷൻ ഓഫ് ടോട്ടൽ ചാർജ് ഫ്ലോയിങ്ങിനെ പർട്ടിക്കുലർ ടൈം ചോദിച്ചു കഴിഞ്ഞാൽ 0 അല്ല കിട്ടുക. എല്ലാവർക്കും വലത്തു നിന്ന് ഇടത്തോട്ട്, എല്ലാ ഇലക്ട്രോണുകൾക്കും വലത്തു നിന്ന് ഇടത്തോട്ട് ഒരു കോമ്പണന്റ് ഓഫ് വെലോസിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇലക്ട്രോണുകളുടെ ചലനത്തെ ഒരു പ്രത്യേക ദിശയിലാക്കാൻ പങ്കുവഹിച്ചത് ഈ സെല്ലാണ്. സെല്ല് കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. which means that potential difference is necessary to establish a current through a conductor. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുക്കണമെങ്കിൽ, നമ്മൾ ഐഡിയൽ കണ്ടക്ടറിന്റെ കാര്യമല്ല പറയുന്നത്, കറണ്ടിന്റെ ഒഴുക്കിനെ എതിർക്കാൻ കഴിവുള്ള ഒരു കണ്ടക്ടറിന്റെ കാര്യമാണ് പറയുന്നത്. അത്തരം ഒരു കണ്ടക്ടറിന്റെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് കറണ്ട് ഒഴുകണമെങ്കിൽ രണ്ട് എൻഡുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരുക്കി കൊടുക്കലാണ് ഈ സെല്ലിന്റെ ഡ്യൂട്ടി. സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ ഈ രണ്ട് എൻഡുകൾക്കിടയിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ക്യാപിറ്റൽ V ആണെന്ന് പറയും. ഈ രണ്ട് എൻഡുകൾക്കിടയിൽ ഈ രണ്ട് കണ്ടക്ടേഴ്സ്
ഈ സെല്ലിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന ഈ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള കണ്ടക്ടേഴ്സിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്ന വയറുകൾ ഐഡിയൽ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഈ രണ്ട് എൻഡുകൾക്കിടയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെല്ലിന്റെ രണ്ട് ടെർമിനൽസ് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് പറയും. So V is the applied potential difference across the ends of this conductor. And because of that applied potential difference, electrons acquire a component of velocity ഏത് ദിശയിൽ ഓപ്പോസിറ്റ് ടു ദി ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പോസിറ്റീവ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ചാർജിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലത്തു നിന്നും നെഗറ്റീവ് ചാർജിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലത്തേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഇലക്ട്രോണുകൾ ഈ ദിശയിലുള്ള ഒരു കോമ്പണന്റ് ഓഫ് വെലോസിറ്റിയാണ് അക്വയർ ചെയ്യുക. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവർ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദിശയിൽ ഒരു വെലോസിറ്റി കോമ്പണന്റ് അക്വയർ ചെയ്യും. എന്ന് വെച്ചാൽ ഈ കണ്ടക്ടറിന്റെ രണ്ട് എൻഡുകൾക്കിടയിൽ നിങ്ങളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രയോഗിച്ചപ്പോൾ അതിൽ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അതുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ കണ്ടക്ടറിന്റെ ലെങ്ത് എല്ലാം വിചാരിക്കുക. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് ഫീൽഡ് നമ്മളുടെ ബന്ധം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് ഫീൽഡ് ഇയും എല്ലും ഒരേ ദിശയിലാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് ഫീൽഡ് തമ്മിലുള്ള ബന്ധമാണ് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം dl ആണെന്ന് വിചാരിക്കുക. അതിലൊരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് E ആണെന്ന് വിചാരിക്കുക. ഒരു പോയിന്റ് മറ്റേ പോയിന്റ് നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് dv ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ dv is equal to E dot dl നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ E is equal to നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അവയ്ക്കിടയിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡും കൂടെ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡാണ് ഇലക്ട്രോണുകളെ ഒരു പ്രത്യേക ദിശയിൽ തള്ളാൻ കാരണം. റാൻഡം മോഷനിലാവുന്ന സമയത്ത്, സെല്ല് കണക്ട് ചെയ്യാത്ത സമയത്ത് അങ്ങനെ ഒരു പ്രത്യേക ദിശയിൽ തള്ളാനുള്ള ഫോഴ്സ് ആയ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രത്യേക ദിശയിൽ ഇലക്ട്രോണുകൾക്ക് മോഷൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇലക്ട്രോണുകളെ പ്രത്യേക ദിശയിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. അപ്പോൾ സെല്ല് കൊടുക്കാന്ന് സിമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ രണ്ട് ക്വാണ്ടിറ്റികളെയാണ് അവിടെ ഈ ഇലക്ട്രോണുകൾക്ക് രണ്ട് ക്വാണ്ടിറ്റികളെയാണ് കൊടുക്കുന്നത്. ഒന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, മറ്റൊന്ന് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റികൾ ഇലക്ട്രോണുകളുടെ ഒരു പ്രത്യേക ദിശയിലുള്ള ചലനത്തിന് കാരണക്കാരാവും. ക്ലിയർ ആയി വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സെല്ല് കണക്ട് ചെയ്യുമ്പോൾ മാത്രം ഒരു കണ്ടക്ടറിലൂടെ, ഐഡിയൽ അല്ലാത്തൊരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറന്റ് ഉണ്ടാവാൻ തുടങ്ങുന്നത്. ഓക്കെ.